ഫ്രണ്ട്സ്, ഇന്ന് വാഴത്തട പുളിങ്കറിയാണ്. ആദ്യം നമുക്ക് വാഴത്തട അരിഞ്ഞെടുക്കാം. അതിങ്ങനെ അരിഞ്ഞിട്ട് വല ചുറ്റിയെടുക്കുക. ഈ വല ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉടൻ തന്നെ വെള്ളത്തിലിടുക. അല്പം കട്ടിയേക്ക് അരിഞ്ഞ് ഇങ്ങനെ എടുത്ത് ഇത് ഒരു 4-5 കഷ്ണം മുരിങ്ങയ്ക്ക, ഒരു പച്ചമുളക് അറ്റം പിളർന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഇത് വേണ്ടെങ്കിൽ മാറ്റിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എരിവായിരിക്കും. അതുകൊണ്ട് അരിഞ്ഞിട്ടില്ല. വാഴത്തട വിലയില്ലാതെ അരിഞ്ഞു വെച്ചത്. അര സ്പൂൺ അരലി, കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത് മുങ്ങിയില്ലാന്ന് വെച്ചാൽ എന്നിട്ട് അരപ്പ് തയ്യാറാക്കാനുള്ളത് ഇത് വേകട്ടെ. ഇത് തേങ്ങ, ഒരു കപ്പ് തേങ്ങ, അര സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ജീരകം. ഇത്രയേ ഉള്ളൂ. തേങ്ങ, മഞ്ഞൾ, മുളക്, ജീരകം ഇത്രയും നല്ല മഷി പോലെ അരച്ചെടുക്കണം. മിക്സിയിലാണെങ്കിലും ശരിയാണ്. എനിക്കിന്ന് സമയമുള്ളത് കൊണ്ട് ഞാൻ അമ്മിയിലരയ്ക്കുകയാണ്. ഇത് ഒരു ചുളപ്പുളി അത്രയും മതിയാകും. കുറച്ച് വാഴത്തടയല്ലേ ഉള്ളൂ. ഒരു ചുളപ്പുളിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുതിർന്നിട്ട് ഈ കഷ്ണം വെന്ത ശേഷം പിഴിഞ്ഞൊഴിക്കാം. അമ്മി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കി ഉണങ്ങി കിടക്കുകയാണ്. ദിവസം നമുക്ക് അരച്ചെടുക്കാം. ഇത് നല്ല രീതിക്ക് നല്ല മഷി പോലെ അരയണം. ഇത് കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക കണ്ടാൽ അറിയാം, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. പുളിവെള്ളം, ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണ്ട. ഒന്ന് ചൂടായി ഈ പുളി ഒന്ന് ചെറുതായിട്ട് തിളച്ച് പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് കടുക് വറുക്കണം.
ഇത് ഫ്രഷ് കറി ലീവ്സ് തിളച്ച് വരുന്നുണ്ട്. സിമ്മിലിടാം. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ഇത് ചെറിയ ഉള്ളി 2 എണ്ണം കനം കുറച്ച് വട്ടം വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. കടുക് പൊട്ടുമ്പോൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക്, ഉള്ളി ഒന്ന് ചുവന്ന് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇവിടെ അടച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. അടിപൊളി വാഴത്തട പുളിങ്കറി റെഡിയാണ്. ഈ മണം കൊണ്ടേ നമുക്ക് ചോറുണ്ണ, അത്ര ടേസ്റ്റും മണവുമാണ് ഈ കറിക്ക്. സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്.